കഴിഞ്ഞ വീഡിയോയിൽ ഇൻകം ഫ്രം സാലറി എന്ന ടോപ്പിക്കിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഡിസ്കസ് ചെയ്തത്. ഇൻകം ഫ്രം സാലറി ഡീൽ ചെയ്യുന്ന സെക്ഷൻസ് സെക്ഷൻ 15 ടു സെക്ഷൻ 17 വരെയാണ്. എന്താണ് സെക്ഷൻ 15, 16 ആൻഡ് 17 കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ആ വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഇൻകം ഫ്രം സാലറിയെ നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇൻകം ടാക്സ് ആക്ട് 4 ആയിട്ടൊന്നും ക്ലാസിഫൈ ചെയ്യുന്നില്ല. നമ്മൾ പഠിക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് 4 പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ബേസിക് പാർട്ട് ഓഫ് സാലറി, അലവൻസസ്, പെർക്വസിറ്റ്സ് ആൻഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. ഓക്കെ, ബേസിക് പാർട്ട് ഓഫ് സാലറി. ബേസിക് പാർട്ട് ഓഫ് സാലറിയിൽ ഉൾപ്പെടുന്നതാണ് ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ്, ഫീസ്, കമ്മീഷൻ, ബോണസ് എന്നിവ. ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സം പെയ്ഡ് ബൈ എംപ്ലോയർ ടു എംപ്ലോയി ആസ് എ സാലറി. ആൻഡ് ബേസിക് സാലറി എന്താണ്, ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ ബേസിക് സാലറിയുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ടേമാണ് പേ സ്കെയിൽ. നമ്മൾ പലപ്പോഴും ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, ഇപ്പോൾ ഗവൺമെൻറ് ജോബിനുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിലൊക്കെ ഒരു പേ സ്കെയിൽ കാണാം. ഫോർ എക്സാമ്പിൾ 19,000 - 1,200 - 24,000 എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേ സ്കെയിൽ കാണാം. പേ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രേഡിംഗ് സിസ്റ്റമാണ്, ഗ്രേഡ് സിസ്റ്റമാണ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് പേയ്മെൻറ്റ് വെർ ഇൻക്രിമെൻറ്റ് സ്കെയിൽ ഈസ് പ്രീ നോൺ ടു എംപ്ലോയീസ്. ഒരു ഇൻക്രിമെൻ്റൽ സ്കെയിലാണത്. അത് ആദ്യം തന്നെ എംപ്ലോയ്മെൻറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ എംപ്ലോയീസിന് എന്ത് ചെയ്യാം, ആ പേ സ്കെയിൽ അറിയാം. ഇതെന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ബേസിക് സാലറി ഈസ് ഗിവൺ 5,000 - 1,000 - 8,000 - 2,000 - 12,000. അതാണ് ബേസിക് സാലറിൻ്റെ ആ പേ സ്കെയിൽ തന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ജോലിക്ക് കയറുമ്പോൾ 5,000 ആണ് സാലറി. ഫസ്റ്റ് ഇയറിൽ 5,000. സെക്കൻഡ് ഇയർ ആകുമ്പോൾ അവിടെ ഈ 1,000 5,000 - 1,000 ഉദ്ദേശിക്കുന്നത് ഇൻക്രിമെൻ്റ് ആണ്, 1,000 ഇൻക്രിമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 5,000, സെക്കൻഡ് ഇയർ ആകുമ്പോൾ 1,000 ഇൻക്രിമെൻ്റ് ചെയ്ത് 6,000 കിട്ടുന്നു. തേർഡ് ഇയർ ആകുമ്പോൾ അത് 7,000 ആകുന്നു. ആൻഡ് ഫോർത്ത് ഇയർ ആകുമ്പോൾ 8,000. അപ്പോൾ 8,000 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള ഇൻക്രിമെൻറ്റ് 2,000 വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ഇയറിൽ 8,000 റീച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഇയറിൽ 2,000 ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഫിഫ്ത്ത് ഇയറിൽ കിട്ടുന്ന സാലറി എത്രയാകും, 10,000 ആകും. ഓക്കെ, സിക്സ്ത് ഇയറിൽ അത് 12,000 ആകും. ഓക്കെ, അപ്പോൾ അതാണ് ആ ഇൻക്രിമെൻ്റൽ സ്റ്റേജ് ആ പേ സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, ഡിയർനെസ് അലവൻസ്. ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്സ്ട്രാ എമൗണ്ട് ഗിവൺ ടു എൻ എംപ്ലോയി to meet the burden of inflation or increased cost of living. This is fully taxable. അപ്പോൾ ഇൻഫ്ലേഷൻ കാരണമോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ കൂടുമ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് ഇത് ഡിയർനെസ് അലവൻസ് എന്നുള്ളത്. ഫീസ് ഒരു ബേസിക് പാർട്ട് ഓഫ് സാലറി ആണ്. ഫീസ് എന്ന് പറഞ്ഞാൽ an employee may be given apart from basic salary, എക്സ്ട്രാ റെമ്യൂണറേഷൻ ആണ് ഇത് ഫീസ്, for doing specific job under the terms of employment. Okay, the next one, commission എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ or a percentage of profit. അപ്പോൾ പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ ടേൺ ഓവറിൻ്റെ സെയിൽസിൻ്റെ ഒക്കെ ഒരു പെർസെൻറ്റേജ് ആയിട്ടാവും കമ്മീഷൻ തരിക. ഇപ്പോൾ ഈ മാർക്കറ്റിംഗ് മാനേജറിനോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് ആ ടേൺ ഓവറൊക്കെ റീച്ച് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര ടേൺ ഓവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെയിൽസിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യും, ഒരു കമ്മീഷൻ ഉണ്ടാവും. ഓക്കെ, അതും സാലറി എന്ന ബേസിക് പാർട്ടിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ ബോണസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കരാർ അടിസ്ഥാനത്തിൽ ഇത്ര വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഒരു ബോണസ് നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ ഒരു വളണ്ടറി ആയിട്ടും ബോണസ്, എപ്പോഴും ചിലപ്പോൾ ബോണസ് കിട്ടുന്നുണ്ടാവില്ല, എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ ആവത് ബോണസ് കിട്ടുക. എല്ലാ മാസവും ബോണസ് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഫുള്ളി ടാക്സിബിൾ ആണ്. ബോണസ് ആയാലും കമ്മീഷൻ ആയാലും ഫീസ് ആയാലും ഒക്കെ എന്താണ്, ഫുള്ളി ടാക്സിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് പാർട്ട് ഓഫ് സാലറി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിലൊന്നും നോക്കാനില്ല, ഒക്കെ എന്താണ്, ടാക്സിബിൾ ആണ്. ദ നെക്സ്റ്റ് വൺ, ദ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആ വേർഡിൽ തന്നെ അറിയാം എന്താണ്, റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ബെനിഫിറ്റാണ്.
ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാറ്റുവിറ്റി, ലീവ് എൻകേജ്മെൻറ്റ്, പെൻഷൻ, റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ ആൻഡ് വോളണ്ടറി റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് പാർട്ട് അല്ല സാലറി 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒന്ന് ബേസിക് പാർട്ട് ഓഫ് സാലറി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വരുന്ന അലവൻസ്, പെർക്വസിറ്റ്സ്, അത് നെക്സ്റ്റ് കമ്മിങ് വീഡിയോസിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ദെൻ 4th പാർട്ടാണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. അതാണ് നമ്മൾ ഈ വീഡിയോ മുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അലവൻസിലേക്ക് കടക്കും. ഓക്കെ, ഇപ്പോൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിലെ ഫസ്റ്റ് വൺ ഏതാണ്? ഗ്രാറ്റുവിറ്റി. അപ്പോൾ എന്താണ് ഗ്രാറ്റുവിറ്റി എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എല്ലാം അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് വൺ ആണ് ഗ്രാറ്റുവിറ്റി. Gratuity is a retirement benefit given by the employer to the employee in consideration of past service. ചില ഒരു എംപ്ലോയറിൻ്റെ കീഴിൽ എംപ്ലോയി കുറച്ച് കാലമായിട്ട് ജോലി ചെയ്തതിന് ഒരു കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റാണ് എന്ത്? ഗ്രാറ്റുവിറ്റി എന്നുള്ളത്. ഒരു അത്യാവശ്യം ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടാവും ഗ്രാറ്റുവിറ്റി. ഒരു 10-15 വർഷമൊക്കെ ഒരു എംപ്ലോയറിൻ്റെ കീഴിൽ ജോലി ചെയ്ത് അദ്ദേഹം എംപ്ലോയി റിട്ടയർ ചെയ്യുമ്പോൾ അത്രയും കാലം സർവീസ് ചെയ്തതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റാണ് ഗ്രാറ്റുവിറ്റി എന്നുള്ളത്. അപ്പോൾ ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എക്സംഷൻസ് ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 10 സബ്സെക്ഷൻ 10 ഗ്രാറ്റുവിറ്റി എന്നുള്ളത് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റാണ്. അപ്പോൾ ഒരു വ്യക്തി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്യൂറിങ് ദി സർവീസിലാണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആയിട്ടുള്ള ഗ്രാറ്റുവിറ്റി കിട്ടുന്നതെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിലും നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിലും സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗ്രാറ്റുവിറ്റി കിട്ടുന്നതെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ഡ്യൂറിങ് ദി കണ്ടിന്യൂഷൻ ഓഫ് ദി സർവീസ് ഇസ് ഫുള്ളി ടാക്സബിൾ ഇൻ ദി ഹാൻഡ് ഓഫ് ഓൾ എംപ്ലോയി വെദർ ഗവൺമെൻറ് ഓർ നോൺ ഗവൺമെൻറ് എംപ്ലോയി. ഓക്കെ, അപ്പോൾ ഗ്രാറ്റുവിറ്റി സർവീസിൽ ഇരിക്കുമ്പോൾ ഗ്രാറ്റുവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ളി ടാക്സബിൾ ആണ്. ഇനി റിട്ടയർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രാറ്റുവിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അതിൻ്റെ എക്സംഷൻ ലിമിറ്റും അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ ഗ്രാറ്റുവിറ്റി റിട്ടയർമെൻറ്റ് സമയത്താണ് കിട്ടുന്നതെങ്കിൽ അത് കിട്ടുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിനാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി എക്സെപ്റ്റഡ് ആണ്. പിന്നെ ഒന്നും നോക്കണ്ട. ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി എക്സെപ്റ്റഡ് ആണ്. ഇനി ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഈ നോൺ ഗവൺമെൻറ് എംപ്ലോയിയിൽ തന്നെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ഒന്ന്, ഗ്രാറ്റുവിറ്റി കവേർഡ് ദി പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആൻഡ് ഗ്രാറ്റുവിറ്റി നോട്ട് കവേർഡ് ബൈ ദി പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. അപ്പോൾ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പ്രകാരം കവർ ചെയ്തതിലാണെന്നുണ്ടെങ്കിലും നോട്ട് കവേർഡ് ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഗ്രാറ്റുവിറ്റി ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി അക്സെപ്റ്റഡ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തത് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്തതാണോ കവർ ചെയ്തതല്ല എന്നുള്ളത് ആദ്യം നോക്കണം. അപ്പോൾ ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ആണ് എക്സെപ്റ്റ്. ഇപ്പോൾ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് മാക്സിമം 20 lakh. ഓക്കെ, ആൻഡ് 15 വർക്കിംഗ് ഡേയ്സ് സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 15 വർക്കിംഗ് ഡേയ്സ് ഓഫ് സാലറി എന്ന് ഉദ്ദേശിക്കുന്നത് 15 ഡിവൈഡ് ബൈ 26 എന്നുള്ളതാണ്. 26 എടുക്കാൻ കാരണം ഈ ചില സൺഡേ ഒക്കെ ഹോളിഡേ ആയിട്ട് പോകും അല്ലേ. ഒരു മന്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26 വർക്കിംഗ് ഡേ ആണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 15 മൊത്തം വർക്കിംഗ് ഡേ എത്രയാണ്? 26 നോർമലി ഉണ്ടാകാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 15/26 എടുത്തത്. അപ്പോൾ ഈ 15 ഡേ വർക്കിംഗ് ഡേയ്സ് സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, എത്ര വർഷമാണോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, ഇൻറ്റു സാലറി പെർ മന്ത്. അപ്പോൾ ലാസ്റ്റ് ഡ്രോൺ സാലറി പെർ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡ്രോൺ സാലറിയാണ്. എന്ന് വെച്ചാൽ അയാൾ റിട്ടയർ ആകുമ്പോൾ എത്രയാണോ അയാൾക്ക് സാലറി കിട്ടുന്നത് അതാണ് സാലറി പെർ മന്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻക്ലൂഡ് എനി ഫ്രാക്ഷൻ ഇൻ എക്സസ് ഓഫ് 6 months. ഇപ്പോൾ ഒരു എംപ്ലോയി 15 വർഷവും
7 മാസവും ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജോലി ചെയ്തിട്ടാണ് റിട്ടയർ ചെയ്തതെങ്കിൽ 16 വർഷമായിട്ട് അതിനെ കൺസിഡർ ചെയ്യും. അപ്പോൾ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എത്രയാണ്? 16 കൺസിഡർ ചെയ്യും. ഓക്കെ. ഇനി ഒരു എംപ്ലോയി 15 വർഷവും 4 മാസവും ജോലി കഴിഞ്ഞിട്ടാണ് വർക്ക് ചെയ്തിട്ടാണ് റിട്ടയർ ചെയ്യുന്നതെങ്കിൽ എത്രയായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ? 15 കൺസിഡർ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ എക്സസ് ഓഫ് 6 മന്ത് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു കംപ്ലീറ്റഡ് ഇയർ ആയിട്ട് എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റഡ് ഇയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സസ് ഓഫ് 6 മന്ത് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു കംപ്ലീറ്റഡ് ഇയർ ആയിട്ട് എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. ഇവിടെ സാലറി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പ്ലസ് ഡി എ. അപ്പോൾ ബേസിക് പ്ലസ് ഡി എ. അപ്പോൾ ലാസ്റ്റ് മന്തിൽ ലാസ്റ്റ് ഡ്രോൺ ചെയ്ത സാലറി എന്ന് വെച്ചാൽ അയാൾ റിട്ടയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡ്രോൺ ചെയ്ത ബേസിക്കും എത്രയാണോ, ബേസിക് സാലറി എത്രയാണോ പ്ലസ് ഡി എ എത്രയാണോ, ഇത് രണ്ടും കൂടിയതാണ് സാലറി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഇത് കവർ ചെയ്തതിൻ്റെ ശേഷം. ഓക്കെ. അപ്പോൾ ഇത്ര പറഞ്ഞത് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഫുള്ളി അക്സെപ്റ്റഡ്, നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് ആണോ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ആക്ച്വൽ റിസീവ്ഡ് എത്രയാണോ 20 lakh ആൻഡ് 15 days സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ഇനി നോട്ട് കവേർഡ് അണ്ടർ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എക്സംപ്റ്റ്. അപ്പോൾ ഇവിടെ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്ങിൽ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എത്രയാണോ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് അത് എഴുതുക. 10 lakh മാക്സിമം എത്രയാണ്? 10 lakh ആണ്. പിന്നെ വരുന്നത് മൂന്നാമത്തെ കണ്ടീഷനാണ് കുറച്ച് ഇതുള്ളത്. ഇവിടെയും നമ്മൾ മൂന്നാമത്തെ കണ്ടീഷനിലാണ് കുറച്ച് കാൽക്കുലേഷൻ ഉള്ളത്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത്. അപ്പോൾ ഇവിടെ 1/2 എന്ന് വെച്ചാൽ 15/13 അല്ലെങ്കിൽ ഹാഫ് മന്ത് സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അപ്പോൾ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്താണ് നമ്മൾ പറയാം, ആൻഡ് ആവറേജ് സാലറി പെർ മന്ത്. ഓക്കെ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റിംഗ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇഗ്നോർ ഫ്രാക്ഷൻ ഓഫ് ദി ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാക്ഷൻ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. ഇപ്പോൾ ഒരു എംപ്ലോയി 15 വർഷവും 7 മാസവും ജോലി ചെയ്തിട്ടാണ് റിട്ടയർ ചെയ്യുന്നതെങ്കിൽ ആ ഫ്രാക്ഷൻസ് എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. ഫ്രാക്ഷൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ എത്രയാണ്? 15. അപ്പോൾ 15 വർഷവും ഇനി 15 വർഷവും 11 മാസവും ജോലി ചെയ്തിട്ടാണ് റിട്ടയർ ആണെന്നുണ്ടെങ്കിൽ പോലും അത് എത്രയായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ? 15 വർഷമായിട്ടേ കൺസിഡർ ആയുള്ളൂ. മാസത്തെ ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഒരു കംപ്ലീറ്റഡ് ഇയർ കഴിഞ്ഞതിൻ്റെ ശേഷം വരുന്ന മാസങ്ങളുണ്ടെങ്കിൽ ആ മാസങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഇഗ്നോർ ചെയ്യുന്നു. ഓക്കെ. ദെൻ അവിടെ അപ്പോൾ 1/2 അതിൽ ഡൗട്ടൊന്നുമില്ല. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആൻഡ് ആവറേജ് സാലറി പെർ മന്ത്. അവിടെ ആവറേജ് സാലറി പെർ മന്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവറേജ് സാലറി മീൻസ് ബേസിക് പ്ലസ് ഡി എ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ. അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബേസിക് അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യും. ദെൻ പ്ലസ് കമ്മീഷൻ പെർസെൻറ്റേജ് ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പ്ലസ് ഡി എ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്ലസ് കമ്മീഷൻ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. ഓക്കെ. being the last 10 months average salary immediately preceding the month of retirement. അപ്പോൾ റിട്ടയർമെൻറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേയുള്ള മാസം, ഇപ്പം ഡിസംബറിലാണ് റിട്ടയർമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഡിസംബറിൻ്റെ മുന്നേയുള്ള മാസം ഏതാണ്? നവംബർ. അപ്പോൾ നവംബർ മുതൽ അങ്ങോട്ട് ബാക്കിലേക്ക് 10 മാസം എടുക്കാം. അങ്ങനെ 10 മാസം എടുത്തിട്ട് ആ 10 മാസത്തിൻ്റെ ബേസിക് സാലറിയും പ്ലസ് ഡി അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആണെങ്കിൽ അതും പ്ലസ് കമ്മീഷൻ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ ആണെന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 10 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആവറേജ് സാലറി പെർ മന്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഗ്രാറ്റുവിറ്റി അണ്ടർ കവേർഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാൽക്കുലേഷനും നോട്ട് കവേർഡ് ആണെന്നുണ്ടെങ്കിലുള്ള കാൽക്കുലേഷനും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം?
ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് മിസ്റ്റർ അശോക് an employee of ABC Limited received 2,05,000 as a gratuity under the Payment of Gratuity Act 1972. He retired on 10th September 2019. Okay. After the rendering service of 35 years and 7 months, the last drawn salary was 2,700 per month. Calculate the amount of gratuity ചാർജബിൾ ടു ടാക്സ്. അപ്പോൾ എത്ര ഗ്രാറ്റുവിറ്റി ആണ് ടാക്സബിൾ ആവുന്നത് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നത്? ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 2,05,000. ഓക്കെ, ലെസ് മിനിമം ഓഫ് ദി ഫോളോയിങ് എക്സെപ്റ്റഡ്. അപ്പോൾ ആക്ച്വൽ റിസീവ് ചെയ്തതിൽ നിന്ന് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കി എമൗണ്ട് എന്താകും? ടാക്സബിൾ ആകും. അപ്പോൾ റിസീവ് ചെയ്തത് ആക്ച്വൽ റിസീവ് ചെയ്തിട്ടുള്ളത് എത്രയാണ്? 2,05,000 ആണ്. അതിൽ നിന്ന് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എന്ത് ചെയ്യുന്നു? കുറക്കുന്നു. അപ്പോൾ ആക്ച്വലി ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തത് 2,05,000 ആണെന്ന് എഴുതി. മാക്സിമം ലിമിറ്റ് എത്രയാണ്? 20 lakh. പിന്നെ വരുന്ന മൂന്നാമത്തെ കണ്ടീഷൻ, മൂന്നാമത്തെ ഇതാണ് എന്താണ്? 15 വർക്കിംഗ് ഡേയ്സ് സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ഡിവൈഡ് ബൈ 26 ഇൻറ്റു 36 ഇൻറ്റു 2,700. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ മുന്നേ ഈ 15 ഡേയ്സ് ഉദ്ദേശിക്കുന്നത് 15 ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അണ്ടർ ദി പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അപ്പോൾ ഇത് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. അതുകൊണ്ടാണ് 15/26 എടുത്തത്. ഇനി കവേർഡ് അല്ല എങ്കിൽ 1/2, 15/30 ആണ് എടുക്കുക. ദാറ്റ് മീൻസ് 1/2 ആണ് എടുക്കുക. അപ്പോൾ ഇവിടെ കവേർഡ് ആയതുകൊണ്ട് 15/26 എടുത്തു. ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എത്രയാണ്? കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6 മന്തിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും? ഒരു ഫുള്ളി കംപ്ലീറ്റഡ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടെ 35 years and 7 months എന്ന് വെച്ചാൽ 7 months എന്നുള്ളത് 6നേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതിനെ എത്രയായിട്ട് കൺസിഡർ ചെയ്യും? 36 year ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി ഇവിടെ തന്നെ ഈ എക്സാമ്പിളിൽ 35 years 4 months ആണെന്നുണ്ടെങ്കിൽ അതിനെ എത്രയായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ? 35 ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ എക്സസ് ഓഫ് 6 months ആയതുകൊണ്ട് അതിനൊരു ഫുള്ളി കംപ്ലീറ്റഡ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് 36 എന്ന് കംപ്ലീറ്റഡ് ഇയർ ആക്കി കൺസിഡർ ചെയ്യും. ആൻഡ് ലാസ്റ്റ് ഡ്രോൺ സാലറി, അപ്പോൾ അത് 2,700, അതൊക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 56,077. ഇതിൽ ഏറ്റവും കുറവ് ഏതാണ്? ഏറ്റവും കുറവ് 56,077 ആണ്. അപ്പോൾ ഏറ്റവും നമുക്ക് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തത് 2,05,000 നിന്ന് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് എന്താണ്? 1,48,923 ഈസ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. ക്ലിയർ? ദെൻ നോട്ട് കവേർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: മിസ്റ്റർ ഓൾഡ്മാൻ റിട്ടയർ ഫ്രം ഹിസ് ജോബ് ആഫ്റ്റർ 29 years 6 months and 15 days of service on 17/12/2019 and received gratuity amount 4 lakh. ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നത് എത്രയാണ്? 4 lakh ആണ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നത്. His salary at the time of retirement was basic 6,000 per month, dearness allowance 1,200 per month, HRA 2,000, commission on turnover 1%, commission on profit 5,000. He got increment on, എന്താണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്? 1st April 2019 ഓഫ് 1,000 per month വെച്ചിട്ടാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. ഇൻ ദി ബേസിക് സാലറി, സോറി, ഇൻ ബേസിക് ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ SSC 1 lakh. ടേൺ ഓവർ എത്രയാണ് അച്ചീവ് ചെയ്തിട്ടത്? 1 lakh ആണ്. 1 lakh per month. അപ്പോൾ കാൽക്കുലേറ്റ് ഹിസ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഇഫ് ഹി നോൺ ഗവൺമെൻറ് എംപ്ലോയി നോട്ട് കവേർഡ് ബൈ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. അപ്പോൾ ഇവിടെ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണ്. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ പിന്നെ ഗ്രാറ്റുവിറ്റി ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഫുള്ളി എക്സെപ്റ്റഡ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് കവേർഡ് ആണോ നോട്ട് കവേർഡ് ആണോ നോക്കുക. അപ്പോൾ എന്താണ് ഇതിൽ? നോട്ട് കവേർഡ് ആണ്. അപ്പോൾ നോട്ട് കവേർഡ് ആണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എത്രയാണ്? 4 lakh. ലെസ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എക്സെപ്റ്റഡ്. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എക്സെപ്റ്റഡ് കാൽക്കുലേറ്റ് ചെയ്യും. ഫസ്റ്റ് വൺ ഏതാണ്? ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. മാക്സിമം ലിമിറ്റ് എത്രയാണ്? 10 lakh ആണ് അല്ലേ? നോട്ട് കവേർഡിലാകുമ്പോൾ 10 lakh ആണ് വരാം, കവേർഡിലാകുമ്പോൾ 20 lakh ആണ് മാക്സിമം ലിമിറ്റ്.
അപ്പോൾ മാക്സിമം ലിമിറ്റ് 10 lakh. ദെൻ പിന്നെ മൂന്നാമത്തെ കാൽക്കുലേഷന് 1/2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻറ്റു സാലറി പെർ മന്ത്. 1/2 അങ്ങനെ തന്നെ എഴുതാം. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് നോട്ട് കവേർഡ് ആകുമ്പോൾ ഫ്രാക്ഷൻ ഒഴിവാക്കും. ഇവിടെ അദ്ദേഹം 29 years 6 months ജോലി ചെയ്തിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. 29 years 6 months ആൻഡ് 15 days ഓഫ് സർവീസ് കഴിഞ്ഞിട്ടാണ് റിട്ടയർ ആവുന്നത്. എന്നാൽ പോലും അത് എത്ര ആയിട്ടേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? 29 months ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.6 എന്ന ഫ്രാക്ഷൻ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. അപ്പോൾ എത്രയാണ് ഇയർ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്? 29. ഓക്കെ. ദെൻ ആവറേജ് സാലറി പെർ മന്ത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആവറേജ് സാലറിയാണ്. എങ്ങനെയാണ് ആവറേജ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ലാസ്റ്റ് 10 months സാലറി, ആ 10 months സാലറീൻ്റെ റിട്ടയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള 10 മാസത്തെ സാലറി, ആ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബേസിക് പ്ലസ് DA under the terms of employment plus commission fixed percentage of turnover. Okay, here salary means basic plus dearness allowance under the terms of employment plus commission on turnover being last month's average just preceding the month of retirement. റിട്ടയർ ചെയ്യുന്ന മന്ത് ഏതാണ്? ഡിസംബറിലാണ് റിട്ടയർ ചെയ്യുന്നത് അല്ലേ? 17th December 2019 ആണ് റിട്ടയർ ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് മുന്നേയുള്ള മാസം, അതിൻ്റെ തൊട്ട് മുന്നേയുള്ള 10 മാസം ഏതാണ്? ഫെബ്രുവരി ടു നവംബർ ആണ് തൊട്ട് മുന്നേയുള്ള 10 മാസം. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇൻക്രിമെൻ്റ് വന്നത് എന്താണ്? ഇൻക്രിമെൻ്റ് വന്നിട്ടുള്ളത് 1st April 2019 ആണ്. 1st April 2019 ആണ് ഇൻക്രിമെൻ്റ് വന്നത്. അതിൻ്റെ ശേഷമാണ് ബേസിക് പേ 6,000 ആയിട്ടുള്ളത്. ഇൻക്രിമെൻ്റ് എത്ര വന്നിട്ടുള്ളത്? 1,000. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1st April 2019 മുന്നേ അദ്ദേഹത്തിൻ്റെ സാലറി എത്രയായിട്ടുണ്ടായിരുന്നുള്ളൂ? 5,000 ആയിരുന്നുള്ളൂ. ഓക്കെ. 1st April 2019 ശേഷം ഇൻക്രിമെൻ്റ് ആയപ്പോഴാണ് ബേസിക് സാലറി 6,000 ആയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ആവറേജ് സാലറി കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ലാസ്റ്റ് മന്ത് 10 months എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു എത്രയാണ്? ഫെബ്രുവരി ടു നവംബർ ആണ്. ബേസിക് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരിയും മാർച്ചിലും അദ്ദേഹത്തിന് എത്ര കിട്ടിയിട്ടുണ്ടാവുക? 5,000 ആണ് കിട്ടിയിട്ടുണ്ടാവുക. കാരണം ഇൻക്രിമെൻ്റ് വന്നത് ഏപ്രിലാണ്. ഓക്കെ. ഏപ്രിൽ മുതൽ നവംബർ വരെ എത്ര മാസമുണ്ട്? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, 8 മാസം. 8 മാസം എത്ര കിട്ടിയിട്ടുള്ളത്? 6,000. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബേസിക് സാലറി ആയിട്ട് കിട്ടിയിട്ടുള്ളത് 58,000 ആണ്. DA ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 1,200 ആണ്. 12 മാസത്തിനാണെന്നുണ്ടെങ്കിൽ 12,000. കമ്മീഷൻ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ ആണ്. ഇവിടെ കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ടേൺ ഓവറും തന്നിട്ടുണ്ട് അല്ലേ? ടേൺ ഓവർ 1%, കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് 5,000. പക്ഷേ കമ്മീഷൻ ഏത് മാത്രമേ എടുക്കുള്ളൂ? ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ മാത്രമേ എടുക്കുള്ളൂ. അതുകൊണ്ട് പ്രോഫിറ്റ് എന്ത് ചെയ്യില്ല? കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് എടുക്കില്ല. ടേൺ ഓവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ടേൺ ഓവർ എത്രയാണ്? 1 lakh ആണ് അച്ചീവ് ചെയ്തിട്ടുള്ളത് പെർ മന്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 lakhൻ്റെ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,000 ആണ് പെർ മന്ത് കമ്മീഷൻ. അപ്പോൾ 12 മാസത്തേക്കുള്ള കമ്മീഷൻ എത്രയാണ്? 12,000. അപ്പോൾ കമ്മീഷൻ 1,000 × 10 ദാറ്റ് ഈസ് 10,000. അപ്പോൾ നമുക്ക് കിട്ടും 70,000 അല്ലേ? 70 അല്ല, 80,000. 80,000 ഡിവൈഡഡ് ബൈ 10 വെച്ചാൽ ഇവിടെയൊക്കെ നമ്മൾ എത്ര എടുത്തിട്ടുണ്ട്? 10 മാസത്തേക്കുള്ളത് എടുത്തിട്ടുണ്ട്. ഇവിടെ 10 ആണ് വരിക കേട്ടോ. DA 10 ആണ് വരിക. 1,200 × 10 എന്ന് വെച്ചാൽ എല്ലാതും നമ്മൾ 10 മാസം എടുത്തിട്ടുണ്ട്. അപ്പോൾ 10 ആവറേജ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാസം എടുത്തത് കൊണ്ട് ഡിവൈഡ് ബൈ 10 അങ്ങനെയാണ് കാൽക്കുലേഷൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവറേജ് സാലറി നമുക്ക് എത്ര കിട്ടും? 8,000 കിട്ടും. സോ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1,16,000 ആണ് ആ കാൽക്കുലേഷൻ കിട്ടുക. അപ്പോൾ ഗ്രാറ്റുവിറ്റി, ടാക്സബിൾ ആയിട്ടുള്ള ഗ്രാറ്റുവിറ്റി 4 lakh ആണ് റിസീവ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് കുറച്ച് കഴിഞ്ഞാൽ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എത്രയാണ്? 1,60,000.
അത് കുറച്ച് കഴിഞ്ഞാൽ 2,84,000 ആണ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എന്നുള്ളത്. ഓക്കെ, ഇനി ഗ്രാറ്റുവിറ്റി 4 lakh ആണ്. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്, ഫോർ എക്സാമ്പിൾ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് 4 lakh ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊക്കെ കാൽക്കുലേഷൻ കൂട്ടിയപ്പോൾ ഒരു 5 lakh കിട്ടിയിട്ടുണ്ട്. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് 4 lakh ആണെങ്കിൽ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടാണ് 4 lakh. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്ങും 4 lakh ആണെന്നുണ്ടെങ്കിൽ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഇത്ര ആവും, നില്ലാകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഗ്രാറ്റുവിറ്റി മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി അത് റിവൈൻഡ് ചെയ്ത് കാണാം. ഇത്രയേ ഉള്ളൂ. എംപ്ലോയി ഏതാണെന്ന് നോക്കുക. ഗവൺമെൻറ് എംപ്ലോയി ആണോ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണോ? ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, അതെന്താണ് ഫുള്ളി അക്സെപ്റ്റഡ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഗ്രാറ്റുവിറ്റി കവേർഡ് ആണോ നോട്ട് കവേർഡ് ആണോ നോക്കുക. കവേർഡ് ആണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 20 lakh, 15 വർക്കിംഗ് ഡേയ്സ് ഓഫ് സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അപ്പോൾ 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഇൻറ്റു സാലറി പെർ മന്ത്. അപ്പോൾ കംപ്ലീറ്റഡ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ഓഫ് 6 months ആണെങ്കിൽ അതിന് ഫുള്ളായിട്ട് കൺസിഡർ ചെയ്യും, ഒരു ഫുൾ ഇയർ ആയിട്ട് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. സാലറി എന്ന് പറഞ്ഞാൽ DA പ്ലസ് ബേസിക് സാലറി പ്ലസ് DA ആണ്. അതേപോലെ അവിടെ ആവറേജ് ഒന്നും കാണാനൊന്നും ഇല്ല. ഓക്കെ, നോട്ട് കവേർഡ് ആണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 10 lakh. പിന്നെ വരുന്ന കാൽക്കുലേഷൻ 1/2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ആ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് നോക്കുക എത്രയാണ്, അവിടെ ഫ്രാക്ഷൻസ് എന്തിനും എന്ത് ചെയ്യും, ഒഴിവാക്കും. ആവറേജ് സാലറി പെർ മന്ത്. ആവറേജ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള 10 മാസത്തെ ബേസിക് സാലറിയും DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റും കമ്മീഷൻ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവറും അത് ഡിവൈഡഡ് ബൈ 10 കിട്ടിയാൽ കിട്ടുന്ന ആ ഇതാണ് എന്ത് ആവറേജ് സാലറി പെർ മന്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാറ്റുവിറ്റി വളരെ ഈസി ആയിട്ടൊരു ടോപ്പിക്കാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ രീതിയിൽ അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാറ്റുവിറ്റി എന്ന ടോപ്പിക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ അതർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.